ഇപ്പം ഇപ്പൊ സാർ ഡയറക്ടർ ആണല്ലോ ഈ മൂവിയുടെ. അപ്പൊ ചേച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഹസ്ബൻഡിന്റെ അപ്പുറം വേറൊരു പൊസിഷൻ അല്ലോ ഡയറക്ടർ എന്ന് പറയുമ്പോ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഡയറക്ടർ എന്ന നിലയിൽ? നമ്മളിപ്പം ഡയറക്ടർ എന്ന് പറയുമ്പോ അതിനൊരു പ്രത്യേക ഒരു ഇതല്ലേ. അതുകൊണ്ട് ലൊക്കേഷൻ ഇപ്പൊ ഹസ്ബൻഡ് ആണ് അങ്ങനെയല്ല, സെയിം പറഞ്ഞു തരും, ചെയ്യുക, അത്രേ ഉള്ളൂ. അതെന്തെങ്കിലും അതിനൊരു സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാന്നല്ലാതെ. അപ്പൊ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷനൊക്കെ ഉണ്ട്, വഴക്ക് പറയുകയും ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാനെപ്പോഴും ലൊക്കേഷനിൽ നമ്മൾ സുഹൃത്തുക്കളാണെങ്കിലും നമ്മൾ ബന്ധം വേറെ വർക്ക് വേറെ എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ്. ശരിയാ. നമ്മളിപ്പോ ലൊക്കേഷനിൽ നമ്മള് ബന്ധം നോക്കാം, ഭാര്യ ഒന്ന് പറഞ്ഞു, മക്കളൊന്ന് പറഞ്ഞു പോലെ അത് ഓക്കെ പറയേണ്ടത്. പിന്നെ ഞാൻ ഈ മൂവിയിൽ പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ ഫോണ്ടില് കാലം പറഞ്ഞ കഥ എന്ന് പറയുന്നതിന്റെ ഒരു കാളയുടെ ഒരു കയറ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പൊതുവെ നമ്മളിപ്പോ പറയാറുണ്ട് സിനിമ ഈ ഫോണ്ടോ അല്ലെങ്കിൽ ടൈറ്റിലിൽ നമ്മൾ കഥ ഒളിപ്പിക്കും, എലമെന്റ്സ് ഒളിപ്പിക്കുന്നു, അങ്ങനെ ഉണ്ടോ? ശരിക്കും നമ്മുടെ നായകൻ കൊലപാതകയായി മാറുന്നതാണ്. അവന്റെ സാഹചര്യങ്ങള് അവനെ ഒരു കൊലപാതകയാക്കി മാറ്റുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാലനായി മാറുവാണ് നമ്മള്. ശരിക്കും നമ്മൾ ടൈറ്റിൽ വരുമ്പം കാലൻ പറഞ്ഞ കഥ കാലം അങ്ങനെ ഒരു ചേഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു മനുഷ്യൻ ഒരു കാലനായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് കഥയുടെ ഒരു ട്വിസ്റ്റ്. ഇപ്പോഴത്തെ മൂവീസ് എന്ന് പറയുന്നത് നമ്മൾ തിയേറ്ററിൽ നോക്കുവാണെങ്കിൽ കൊമേഴ്ഷ്യൽ ഹിറ്റ് അല്ലെങ്കിൽ ആഘോഷിക്കുന്ന പടം, അങ്ങനെ കുറച്ച് പടങ്ങളായിരിക്കും കൂടുതലും, അല്ലെങ്കിൽ സ്റ്റാർ വാല്യൂസ് ഉള്ള മൂവീസ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മൂവി എടുക്കുമ്പോൾ കുറച്ച് റിസ്ക് എലമെന്റ്സ് ഉണ്ടല്ലോ, അത് എങ്ങനെ നോക്കിക്കാണുന്നു? റിസ്ക് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ സിനിമയിൽ നമ്മളത് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ ഈ പബ്ലിസിറ്റി ഒക്കെ വന്നപ്പോഴത്തേക്കും ഇത് ആ കഥയാണോ എന്ന് ചിന്തിക്കുന്നവര്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം പോലെ നമ്മളൊരു അഡ്വക്കേറ്റ് വിളിച്ചിട്ട് ഇത് ഞാൻ വാദിക്കുന്ന കേസിന്റെ ഇതുമായിട്ടൊരു സാമ്യമുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പം റിലീസ് ചെയ്യാൻ പറ്റത്തില്ല, അത് കോടതിയിലെ പരിഗണനയിരിക്കുന്ന കേസാണ്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മളൊരിക്കലും ആ കഥയല്ല പറയുന്നത്, നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങൾ, ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അപ്പം പല സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തിയേക്കാം സിനിമ. നമ്മൾ സിനിമ കാണുന്നവർക്ക് ഇത് ഇന്നടുത്ത് നടന്നൊരു സംഭവമാണല്ലോ എന്ന് തോന്നിയേക്കാം. എന്നാൽ നമ്മൾ ആ കഥയല്ല പറയുന്നത്, സമൂഹത്തിൽ നടക്കാവുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു കഥ പറയുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പൊ മൂവി പെട്ടെന്ന് കാണുമ്പോ അതിനെ എക്സാക്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഈ കാര്യം നേരത്തെ പറഞ്ഞാൽ 6 കൊല്ലം നടക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കണക്ഷൻ പെട്ടെന്ന് അതിലോട്ടാ പോണത്. അപ്പൊ ഞാനും വിചാരിച്ചത് ഇത് നിങ്ങളോട് സംസാരിക്കുന്നവരെ ആ ഒരു മൂവി ബേസ് ചെയ്തിട്ട് വന്നതാണ്, അതിനപ്പുറം ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ ഇതിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇങ്ങനെ സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ഈ അജാസ് എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു സീരിയസ് റോൾ ഫുൾ ഓഫ് ചെയ്യണല്ലോ, അപ്പൊ അജാസിനെ എന്തുകൊണ്ട് ചൂസ് ചെയ്തു? അവന്റെ ലുക്കിൽ തന്നെ ആയിരുന്നു. നമ്മൾ ഒരു നായകനുപരി അവന്റെ ഉള്ളിലൊരു ആ ഒരു നെഗറ്റീവ് ഷെയ്ഡൂടെ നമ്മളത് കണ്ടു. പിന്നെ പ്രായം കറക്റ്റ് ആയിരുന്നു, നമ്മൾ ഉദ്ദേശിച്ച പ്രായം കറക്റ്റ് ആയിരുന്നു. അങ്ങനെ വേറൊരു ആർട്ടിസ്റ്റുകളെ നമ്മൾ ഇങ്ങനെ ആ ഒരു രൂപത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പുതിയ കുറെ ആൾക്കാരെ പരീക്ഷിക്കുകയൊക്കെ ചെയ്തു. കാസ്റ്റിംഗ് നമുക്ക് കറക്റ്റ് ആയിട്ട് അജാസിനെ കിട്ടിയെന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. അതിന് നമുക്കൊരു മൂവിയിൽ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും കാസ്റ്റിംഗ് കറക്റ്റ് ആണ്. ഇപ്പൊ ചേച്ചിയാണെങ്കിലും പൊതുവെ വില്ലൻ ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്തേക്കുന്നത് സീരിയലൊക്കെ നോക്കുമ്പോ. ഈ സിനിമയിൽ എങ്ങനെ പാവം? ഇതില് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞിട്ട് കുറച്ച് ഇമോഷണൽ സീൻസ് ഉണ്ട്. ജയൻ ചേട്ടന്റെ വൈഫ് ക്യാരക്ടർ, അതായത് ഹീറോയിന്റെ മദർ ക്യാരക്ടർ, അങ്ങനെ കുറച്ച് നല്ല സീൻസ് ഉണ്ട്. ഒരു പക്ക ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലി, ഒരു വീട്ടമ്മ, മകൾക്ക് വേണ്ടിയിട്ടും കുടുംബം നന്നായി പോണം, പള്ളി കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ. ആ സ്വിച്ച് ഉണ്ടല്ലോ, ലൈക്ക് വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഒരു സ്വിച്ച് ഉണ്ടായപ്പോ ഡിഫിക്കൽട്ട് ആയിരുന്നു അതൊന്നും ചെയ്യില്ല. എനിക്ക് ഇമോഷണൽ സംഭവം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അങ്ങനെ കിട്ടാറില്ല. അത് സീരിയലിൽ അറിയാലോ, ഒരെണ്ണം ചെയ്തൊന്ന് ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അത് തന്നെയാണ്, പിന്നെ നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ അടുത്ത കോള് വരുമ്പോഴും നമ്മൾ അയ്യോ ചേച്ചി പോസിറ്റീവ് ചിന്തിക്കില്ലേ, നെഗറ്റീവ് തന്നെ കേട്ടോ ഇങ്ങനെ പറയും. അതിനകത്തൊരു മാറ്റം വളരെ അപൂർവമാണ്. ഒരു
ടൈപ്പായി ഒരു ടൈപ്പ്, അത് വലിയൊരു ബുദ്ധിമുട്ടുമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പൊ ഇത് പക്ഷെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇച്ചിരി കൂടി ഇമോഷൻ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ റിലീസ് റെഡി ആയിട്ടിരിക്കുന്ന 6th ഫെബ്രുവരി. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഇത് നമ്മുടെ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഈ നിങ്ങളുടെ ചുറ്റുപാടുകളെയൊക്കെ ഓർമ്മപ്പെടുത്തും. ഒരു മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച്, ഒരു നാടിന്റെ നന്മയെക്കുറിച്ച് ഒക്കെ ഈ സിനിമ പറയുന്നുണ്ട്. വലിയ താരജാടകളൊന്നും ഇല്ലെങ്കിൽ പോലും സിനിമ വളരെ മൂല്യമുള്ള ഒരു കഥ പറയുന്നതാണ്. അപ്പം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞാനുള്ളത്. ചേച്ചിക്ക് എന്താ പറയാ? എനിക്കും സെയിം തന്നെ പറയാനുള്ളത്. എല്ലാവരും മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണാം. February 6th റിലീസാവും. അതൊരു, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബഡ്ജറ്റിനല്ല പ്രാധാന്യം, ഇതിന്റെ ആശയത്തിനും ആ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുക, ആ ഒരു കാര്യത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടാണ്. വലിയ സ്റ്റാർ കാസ്റ്റോ അങ്ങനെ ഒന്നുമില്ല, പക്ഷെ ആപ്റ്റ് ആകുന്ന ആൾക്കാരെ തന്നെയാണ് ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല താരങ്ങളുണ്ട്. എല്ലാരെയും കൂട്ടി ഇണക്കി ഒരു കൊച്ചു സിനിമ തീർച്ചയായിട്ടും പ്രേക്ഷകരായ നിങ്ങളാണ് ഇനി അത് കണ്ട് വിലയിരുത്തേണ്ടത്. എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. എന്താ, അത് തന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. തന്നെ സിനിമ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും ഒരു വെറൈറ്റി, ചേച്ചി വെറൈറ്റി ക്യാരക്ടേഴ്സിലുണ്ട്. സാർ ആണെങ്കിലും കുറെ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റാതെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.